ഹായ് നോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണ് കളർഫിറ്റ് പൾസ് ഗ്രാൻഡ്. 1999 രൂപയ്ക്കാണ് ഇത് ഓഫർ റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നത് 2499 രൂപയ്ക്കാണ്. എന്തായാലും 1999 അല്ല 2499 ആയാലും ഏതിനായാലും നമുക്കിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിൻ്റെ ലോഗോ, കൂടാതെ സ്മാർട്ട് വാച്ചിൻ്റെ ഫോട്ടോ, കളർഫിറ്റ് പൾസ് ഗ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച് എന്നും എഴുതിയിട്ടുണ്ട്. വലതുവശത്ത് ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നും, കൂടാതെ ഇടതുവശത്ത് ലിസൺ ടു ദ നോയ്സ് വിത്തിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഏറ്റവും അടിയിൽ നോക്കുവാണെങ്കിൽ നോയ്സ് ഫിറ്റിൻ്റെ, അതായത് ഈ ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ഡിസംബർ 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 3999 രൂപയെന്ന് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1999 രൂപയായിരുന്നു ഒരു ലോഞ്ചിങ് ഓഫറിൽ, എന്നാൽ അത് ഇപ്പോൾ നമുക്ക് 2499 രൂപയ്ക്ക് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് ഗ്രേ, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 3 കളേഴ്സ്, അതായത് ടോട്ടൽ 4 കളേഴ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി പൊട്ടിക്കുവാണെങ്കിൽ പൊതുവെ നോയ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ബോക്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതിൽ നിന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതെ നമുക്കിവിടെ കാണാൻ സാധിക്കും വി ആർ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞൊരു പേപ്പർ നോട്ടാണ്. കൂടാതെ രജിസ്റ്റർ യു വാറണ്ടി, അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് കണ്ടോ, നോയ്സ് മേക്കർ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ടർ, കൂടാതെ ലിസൺ ടു ദ നോയ്സ് വിത്തിൻ നോയ്സ്, അതായത് നമ്മുടെ ബോട്ട് ദ ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കാം. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. തൽക്കാലത്തേക്ക് വാച്ചിലേക്ക് വരുന്നതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ദേ ഒരു ചാർജിങ് ഡോക്ക് ഉണ്ട്, കൂടാതെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുക. അതുപോലെ തന്നെ പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോഡി നമുക്കിവിടെ കാണാൻ സാധിക്കും. പുറകിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സെൻസേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് SpO2-ൻ്റെത്, ഹാർട്ട് റേറ്റ് മോണിറ്ററിൻ്റെത്, കൂടാതെ നമ്മുടെ സ്ട്രെസ് ഫ്രീ സ്ലീപ്പ് മോണിറ്ററിങ്ങിൻ്റെയൊക്കെ കുറച്ച് സെൻസേഴ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നോയ്സിൻ്റെ ഈ ഒരു അഡാപ്റ്റർ, അതായത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടും ആ ഒരു ഡോക്കിൻ്റെ പോർട്ടും കാണാൻ സാധിക്കും. പിന്നെ നമുക്കിപ്പോൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചുകളിലൊക്കെ തന്നെ സ്ട്രാപ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ബ്ലാക്ക് വേണ്ടെങ്കിൽ ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ പിങ്കോ ഏത് കളറിൽ വേണമെങ്കിലും മാറ്റാൻ വേണ്ടി നമുക്ക് ഉണ്ടോ ഇതുപോലെ ഇജക്റ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാപ്പ് ഇജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ട്രാപ്പിലേക്ക് ആഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വലിച്ച് കളഞ്ഞിട്ട് ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെയർ വിത്ത് ആപ്പ്. നമ്മുടെ നോയ്സ് ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പുമായിട്ട് ഈ ഒരു വാച്ച് പെയർ ചെയ്യാനാണ് ആദ്യം തന്നെ പറയുന്നത്. പെയർ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ചിങ് നിയർ ബൈ ഡിവൈസസ് കാണിക്കും. കണ്ടോ, കളർഫിറ്റ് ഗ്രാൻഡ് ഇത് ഇവിടെ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് ഓപ്പൺ ആക്കിയാൽ പോലും നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് പെയർ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ പെയർ വിത്ത് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് വന്നു, അത് ഞാൻ യെസ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പെയറിംഗ് ആണ് ഓൾറെഡി ആഡഡ്. അപ്പോൾ നമ്മുടെ വാച്ച് നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ലിങ്ക് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ സമയവും ഡേറ്റും ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് അപ്ഡേറ്റ് ആവുകയാണ്. എന്തായാലും UI, അതായത് യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത് 1.69 ഇഞ്ച് TFT LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ കൂടെ ലഭ്യമാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത് ഒരു 2.5D കർവ്ഡ് ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനൊക്കെ വളരെ ചാൻസ് കുറവാണ്. എന്നാലും എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റത്തില്ല. സ്ക്രാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് സ്ക്രാച്ച് ആവോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കാണാൻ സാധിക്കുന്നത് ഒരു ബട്ടൺ ആണ്. ഈ ഒരു ബട്ടൺ നമുക്ക് ആക്ച്വലി കറക്കാൻ പറ്റും കേട്ടോ, അതാ ഇതുപോലെ. എന്നാൽ ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മുടെ നോർമൽ സ്മാർട്ട് വാച്ചിലൊക്കെ പോലുള്ള ആ ഒരു ബട്ടന്റെ ആ ഒരു കൺട്രോൾ മാത്രമാണ്, ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ് ഇത് വർക്ക് ആവുക. ഇനി UI കുറിച്ച് പറയുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മ്യൂസിക് കാണാൻ പറ്റും, ബ്രെത്ത്, സ്ട്രെസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ആക്ടിവിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ
നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, ബ്രെത്ത്, മ്യൂസിക്. അതായത് ഒരു സൈഡിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഇതേ മ്യൂസിക് തുടങ്ങുന്നുവെങ്കിൽ എന്താ പറയുക, മറു സൈഡിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടിലും സെയിം ഫംഗ്ഷൻസ് തന്നെയാണ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻസിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്കിതിൽ ക്വിക്ക് റിപ്ലൈസ് കൊടുക്കാൻ പറ്റും. അത് SMS-നാണെങ്കിൽ പോലും, ഇനി അതല്ല നമ്മുടെ കോൾസ് വരുമ്പോൾ പോലും നമുക്ക് ക്വിക്ക് റിപ്ലൈസ് കൊടുക്കാൻ സാധിക്കും. ഇനി താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്തിൻ്റെ ഒരു ലോഗോയും അതുപോലെ തന്നെ 17% ബാറ്ററി കൊണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ പവർ സേവിംഗ് മോഡ്, വെർ ഈസ് മൈ ഫോൺ, ബ്രൈറ്റ്നസ്, DND ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഫ്ലാഷ്, സെറ്റിംഗ്സ് എന്നിങ്ങനെ കുറച്ച് ക്വിക്ക് ആയിട്ടുള്ള മെനുകളും കാണാൻ പറ്റും. നമുക്ക് ഈ വഴിയും വേണമെങ്കിൽ നമുക്ക് കണ്ടോ ഇതുപോലെ സെറ്റിംഗ്സിലൊക്കെ പോകാം. കൂടാതെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവിടെ വെച്ചിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് ബാക്ക് ബട്ടൺ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മെയിൻ മെനുവിലേക്ക് പോകുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോയ്സ് ഹെൽത്ത്, ക്ലോക്ക്, വർക്കൗട്ട്, സ്പോർട്സ് റെക്കോർഡ്, വെതർ, മ്യൂസിക്, ബ്രെത്ത്, റിമൈൻഡേഴ്സ്, ഫ്ലാഷ് ലൈറ്റ്, വാച്ച് ഫേസസ്, സെറ്റിംഗ്സ്. നമുക്ക് വാച്ച് ഫേസസ് ആക്ച്വലി ഇവിടെ നമുക്ക് ഈ ഒരു കാണുന്ന വാച്ച് ഫേസ് അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ മറ്റ് 4 വാച്ച് ഫേസ് കൂടി കാണാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഈ ഒരു 5 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് 150-ൽ പരം ഫേസസ് നമുക്ക് ചൂസ് ചെയ്യാം. എന്തായാലും അതൊക്കെ ആ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. എന്തായാലും 100% ഒരു ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടാ. ഇനി നമുക്ക് മെയിൻ മെനുവിൽ കുറച്ചുകൂടി നോക്കുവാണെങ്കിൽ നോയ്സ് ഹെൽത്ത് നോക്കുവാണെങ്കിൽ അവിടെ ആക്ടിവിറ്റി ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, SpO2 ഉണ്ട്, ഹാർട്ട് റേറ്റ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇതൊക്കെ ഈ സെൻസേഴ്സ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ മെഡിക്കൽ ഇക്വിപ്മെൻറ്റ്സും ഇല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. SpO2 ഞാൻ നോക്കുവാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും SpO2 എന്ന് പറയുന്നത് 98 ആണ്. നേരത്തെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 97 ആയിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് റേറ്റും കൂടാതെ സ്ട്രെസ്സും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ക്ലോക്കിൽ നോക്കുവാണെങ്കിൽ അലാം കാണിക്കുന്നുണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട്, ടൈമർ ഉണ്ട്. അതുപോലെ തന്നെ വർക്കൗട്ട്സിലേക്ക് വരുവാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, 60 സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും റണ്ണിങ് സ്പോർട്സ്, സൈക്ലിംഗ് സ്പോർട്സ്, ഇൻഡോർ, ഔട്ട്ഡോർ, അങ്ങനെ കുറേ അധികം നമുക്ക് സ്പോർട്സ് മോഡ് ഉണ്ട്. കൂടാതെ സ്പോർട്സ് റെക്കോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ വെതർ ഉണ്ട്, കൂടാതെ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ പാട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്ലേയും, പോസും, നെക്സ്റ്റും, പ്രീവിയസും അല്ലെങ്കിൽ വോളിയം അപ്പും ഡൗണും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു വാച്ച് യൂസ് ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ബ്രെത്ത് ഉണ്ട്. നമുക്ക് കുറച്ച് സ്ട്രെസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഡീപ്പ് ബ്രെത്ത് യൂസ് ചെയ്യാം. 1 മിനിറ്റ് വേണമെങ്കിൽ 1 മിനിറ്റ്, അല്ലെങ്കിൽ അതല്ല 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ കുറച്ച് ബ്രീത്ത് ഇൻഹെയിലും എക്സെയിലും പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡീപ്പ് ബ്രീത്ത് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആകാം. കൂടാതെ ഉള്ളതെന്ന് പറയുന്നത് റിമൈൻഡേഴ്സ്, ഫ്ലാഷ് ലൈറ്റ്, വാച്ച് ഫേസസ്, സെറ്റിംഗ്സ്. വാച്ച് ഫേസസ് ആക്ച്വലി നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വരും. ഇതുപോലെ നമുക്ക് മെയിൻ മെനുവിൽ വന്നിട്ടും ഈ ഒരു വാച്ച് ഫേസസ് എടുക്കാം. ഇനി സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കുള്ളത് ഒന്നെന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആണ്. ഓൾറെഡി നമ്മുടെ ആ ഒരു മെയിൻ മെനുവിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ വൈബ്രേഷൻ ഇപ്പോൾ ആക്ച്വലി ലെവൽ 2-ലാണ് കിടക്കുന്നത്. ഈ ഒരു ലെവൽ 2 അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വൈബ്രേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് വെക്കേണ്ട, കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഈവൻ കോൾ വരുമ്പോഴും നല്ല രീതിക്ക് വൈബ്രേറ്റ് ആകും നമ്മുടെ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത്. കൂടാതെ റിസ്റ്റ് വൈക്ക് ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ കൈ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകമ്പോൾ കണ്ടോ ദേ ഓണായി, ഞാൻ മാറ്റുന്നു, അതുപോലെ വെക്കുന്നു, കണ്ടോ ഓൺ ആവുന്നുണ്ട്. അതാണ് റിസ്റ്റ് വൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ എല്ലാ സ്മാർട്ട് വാച്ചിലുള്ളതാണ്. ഡിസോ വാച്ച് പ്രോയും അല്ലെങ്കിൽ ഡിസോ വാച്ച് 2-ലും ഒക്കെ അൺബോക്സിംഗ് അല്ലെങ്കിൽ ആ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. കൂടാതെ ഓട്ടോ സ്ക്രീൻ ഓഫ് നമുക്ക് 30 സെക്കൻഡ് വരെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 30 സെക്കൻഡ് വെച്ചേക്കുവാണ്. പക്ഷേ 30 സെക്കൻഡൊന്നും കൂടുതൽ നിങ്ങൾ വെക്കല്, പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഡിവൈസ് ഇൻഫോർമേഷൻ ഉണ്ട്, DND നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അതുപോലെ QR കോഡ് ഉണ്ട്, റീബൂട്ട് ഉണ്ട്, പവർ ഓഫ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോയ്സ് ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ കാണാൻ പറ്റും. ഡിസ്റ്റൻസ്, സ്റ്റെപ്സ്, കാലറീസ്, എത്രയാണ് ഞാൻ നടന്നത് അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് ഞാൻ കൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു, ഹാർട്ട് റേറ്റ് എത്രയാണ്, അതല്ല സ്ട്രെസ് കൗണ്ട് എത്രയായിരുന്നു, ബ്ലഡ് ഓക്സിജൻ ലെവൽ എത്രയാണ്, അതുപോലെ തന്നെ റീസെൻറ്റ് ട്രോഫീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും, മൈ ബഡീസ്, റീസെൻറ്റ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സമ്മറിയിൽ ആദ്യം തന്നെ കാണാൻ പറ്റുക. കൂടാതെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഈ ഒരു ആപ്പ് വഴി തന്നെ വാങ്ങിക്കാൻ പറ്റും. ആക്ടിവിറ്റീസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ റെക്കോർഡ്സ് ആണ്, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തോ അത് ഇവിടെ റെക്കോർഡായിട്ട് വരും. ഇനി വാച്ച് ഫേസസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വാൾപേപ്പർ, നമ്മുടെ സ്വന്തം ഫോട്ടോയും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്തിട്ട് വാച്ച് ഫേസ് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 150-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മുടെ വാച്ചിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് നമുക്ക് എത്ര സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് ഗോൾ റീച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കലറീസ് ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം, ഡിസ്റ്റൻസ് ഗോൾ സെറ്റ് ചെയ്യാം, സ്ലീപ്പ് ഗോൾ സെറ്റ് ചെയ്യാം, അങ്ങനെ കുറേ
കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു കണക്റ്റഡ് ഡിവൈസിൽ കളർഫിറ്റ് ഗ്രാൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഐഡൽ അലേർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ഓട്ടോ HR നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓണാക്കി ഇടാം. എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കൂടാതെ ഗൂഗിൾ ഫിറ്റ് ഉണ്ട്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉണ്ട്, ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ ഉണ്ട്, സെറ്റ് ഡിവൈസ് ടൈം ഉണ്ട്, ക്യാമറ ഷട്ടർ ഉണ്ട്, ഫൈൻ ഡിവൈസസ് ഉണ്ട്, വെതർ സെറ്റിംഗ്സ് ഉണ്ട്. കുറേ അധികം നമുക്ക് ഇവിടെയാണ് ഈ ഒരു കാര്യങ്ങൾ, അതായത് ക്യുക്ക് സെറ്റിംഗ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ക്യുക്ക് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലെറ്റ് മീ ഗോ ബാക്ക് ടു യു, ക്യാൻ ഐ കോൾ യു ലേറ്റർ. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു നമ്മുടെ ക്യുക്ക് റിപ്ലൈസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 5 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ക്യുക്ക് റിപ്ലൈസ് നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നോയ്സ് ഫിറ്റ് ആപ്പിലും പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ് ടു 7 days ആണ് ബാറ്ററി ലൈഫ് പറയുന്നത്. എത്ര mAh ആണ് പക്ഷേ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കൂടാതെ 15 minutes നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്താൽ ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യാനുള്ള ബാറ്ററി നമുക്ക് ഈ ഒരു വാച്ചിൽ നിന്ന് കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. IP68 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും വേറെ പ്രശ്നമൊന്നുമില്ല. ഡ്രിസ്ലിംഗിൽ അത്യാവശ്യമല്ല, നല്ല മഴയാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക അടിച്ചു പോകാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഞാൻ ഈ ഒരു IP68 വാട്ടർ പ്രൂഫ് ഉള്ളതാണ് നമ്മുടെ ഡിസോ വാച്ച് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ മഴയത്തൊക്കെ നനഞ്ഞു പോയിട്ടും വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇനി സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിക്കുള്ളൊരു വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവും. യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാനിപ്പോൾ ഒരു ദിവസം ആയിട്ട് യൂസ് ചെയ്യുവാണിത്. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉപയോഗിച്ചിട്ട് ആ ഒരു വീഡിയോ കൂടി ഉണ്ടാവും. എന്തായാലും അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോയ്സ് കളർഫിറ്റ് പൾസ് ഗ്രാൻഡ് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും 1999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയും വർത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ഡിസോ വാച്ച് 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫാർ ബെറ്റർ തന്നെയാണ് ഈ ഒരു നോയ്സിന്റെ പൾസ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ 2 വാച്ചുകളുടെ അതായത് ഡിസോ വാച്ച് 2ഉം നോയ്സിന്റെ പൾസ് ഗ്രാൻഡുമായിട്ടുള്ളൊരു കമ്പാരിസണും അടുത്ത് തന്നെ ഉണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ് പൾസ് ഗ്രാൻഡിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടായി ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.